ഇപ്പല്ലേ ആ സംഗതിയിൽ ഇങ്ങനെ കൂടിക്കൂടി വന്നത്. ലോൺ എടുത്തിട്ടും കടം വാങ്ങിയിട്ടും എൻഗേജ്മെന്റ് നടത്തുന്ന കാലാണ് പുതിയ കാലം. പിന്നെ എങ്ങനെയാ ആ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവുക? എങ്ങനെ ചെയ്യത്തില്ല? നീ എത്ര മഹർ കൊടുക്കണത്? 4 പവന. എടാ നാണമില്ല, ആ പെണ്ണിന്റെ കുടുംബം ഭയങ്കര കുടുംബാണ് എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങായിനെ സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് ഉമ്മമാരെ നിങ്ങൾ ആ ചെക്കനെ പീഡിപ്പിച്ചിട്ടാണ് കല്യാണം നടത്തണമെങ്കിൽ ആ കുട്ടികൾക്ക് ജനിക്കുന്ന മക്കൾ എങ്ങനെയാ സ്വാലിഹീങ്ങളാവുക? ലോൺ എടുത്തിട്ടാ മെഹർ വാങ്ങേണ്ടത്. ഹുസ്നുത്തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള ഏറ്റവും നല്ല വഴി വരൻ കല്യാണ സമയത്ത് ഭാര്യ കൊടുക്കണ മെഹറും പിന്നീട് കൊടുക്കുന്ന ചെലവിന്റെ പൈസയും പൂർണ്ണ ഹലാലാണെങ്കിൽ ആ കുട്ടികൾ, ആ ദമ്പതിമാർക്ക് പിറക്കുന്ന സൂനങ്ങൾ മക്കൾ സ്വാലിഹീങ്ങളാകും. ഇമാം നജ്മുദ്ദീൻ ഖുസി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാന്റെ ആണ്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. വലിയ പണ്ഡിതനാണ്, അടിപൊളി കിതാബാണ്, എല്ലാവരും മുത്താലയാണ് എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ 7 കാര്യങ്ങളിൽ ഒന്നാമത്തെ അതാ ഹലാലായിരിക്കുക. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗത്തിൽ പോകും. അങ്ങനെ ആരും പോകാത്ത സന്ദർഭത്തിൽ ഒരാൾ മാത്രം പോകുമ്പോഴാണല്ലോ വേഗത്തിൽ പോകുന്ന ആൾ നോട്ട് ചെയ്യപ്പെടുക. സലഫി പള്ളിയാണെങ്കിൽ പിന്നെ ഈ ചർച്ചയില്ലല്ലോ, എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചർച്ചയില്ലല്ലോ. വേഗത്തിൽ പോകുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അള്ളാഹിനോടൊന്നും ചോദിക്കാനൊന്നുമില്ലേ? ഉണ്ട്. പിന്നെന്താ വേഗത്തിൽ പോണത്? അതെൻ്റെ വീട്ടിൻ്റെ ചാരത്തുള്ള വീട്ടിലെ ഈന്തപ്പന മരം എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ളത്, ചെരിഞ്ഞിട്ടുള്ളത്. രാത്രി കാറ്റടിക്കുമ്പോൾ ഈത്തപ്പഴം എൻ്റെ വീട്ടിലെ പറമ്പിൽ വീഴും. എൻ്റെ മക്കളാണെങ്കിൽ പട്ടിണിയിലായി ജീവിച്ച് അങ്ങനെ ഉറങ്ങുന്ന മക്കളാണ്. ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോയപ്പോൾ പട്ടിണി കൊണ്ട് കിടന്നുറങ്ങി എൻ്റെ മോന് രാവിലെ എണീറ്റ് ആ ഈത്തപ്പഴം കണ്ട് തിന്നുന്നുണ്ടപ്പോൾ ഞാൻ ആഖിറത്തിൽ ഉപ്പാനെ വഷളാക്കല്ല മോനെ എന്നിട്ട് അത് വലിച്ചെടുക്കാൻ എനിക്കുണ്ടാകുന്നില്ല നബി. മക്കൾ പാവങ്ങളല്ലേ, പിന്നെ ഹറാമ് തിണ്ടണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തൊക്കെ അപ്പുറത്തേക്ക് ഇട്ടു. ഇനി എൻ്റെ മക്കളെ ആ വായിന്നെടുക്കൽ നടക്കൂലല്ലോ, അതുകൊണ്ട് നേരത്തെ തന്നെ പോയിട്ട് പൊറുക്കിയെടുത്ത് അപ്പുറത്തേക്ക് എറിയാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെയൊക്കെയല്ലേ മക്കൾ നമ്മൾ വളർത്തേണ്ടത്. ആരുടെയും മനസ്സില്ലാ മനസ്സോടുള്ള പണമൊന്നും നമുക്ക് ഉണ്ടാവരുത്. ഒരു 5 പൈസ ഹലാലല്ലാത്തത് വന്നാൽ, ഈ ഹറാമായ ഫുഡ് നമ്മൾ വയറ്റിലെത്തിയാലുള്ള പ്രശ്നം എന്താണെന്നറിയാം? 3 പ്രശ്നങ്ങളുണ്ട്. 1, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, നിസ്കരിക്കാനും മറ്റൊക്കെ. 2, തെറ്റ് ചെയ്യാൻ പേടി ഉണ്ടാവില്ല. 3, മൂന്നാമത്തേതാണ് വലിയ രോഗം. ഹലാലല്ലാത്ത ഫുഡ്, ചിലപ്പോൾ ചിക്കനായിരിക്കും, ബീഫായിരിക്കും, ഹലാലല്ല മുപ്പര് കഴിച്ചത്, ഹലാലല്ല എവിടെന്നോ കിട്ടിയത് മുപ്പര് തിന്നതാ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു പ്രശ്നം സൂഉൽ ദन्न ഉണ്ടാവും. എല്ലാവരെ കുറിച്ച് മൂപ്പർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. അയാൾ ശരിയില്ല, എനിക്ക് അയാളെ പിടിക്കില്ല, എനിക്ക് മൂപ്പരെ പിടിക്കില്ല, എനിക്ക് അയാളെ കണ്ടുകൂടാ, ഇങ്ങനെ എല്ലാവരെ കുറിച്ചും മോശം വിചാരം ഉണ്ടാവും. ആർക്ക്? ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാക്ക്. ഇമാം ഷഹറാനി തങ്ങൾക്ക് ആ വിഷയം പറയാനൊരു കിതാബ് തന്നെ ഉണ്ട്, തതഹ്ഹുറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ദന്നി ബിഅഹദിൻ മിനൽ ഇബാദ് എന്നാണ് ആ കിതാബിൻ്റെ പേര്. അപ്പം ഹലാല് മാത്രം നമ്മൾ കഴിക്കുക, നമ്മളെ മക്കളും കഴിക്കുക. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എനിക്കൊരു ദുആ നടത്തി തരണം. എന്താ മോനെ? ഞാൻ ദ്വാരക്കുന്നതിനെല്ലാം ഇജാബത്ത് കിട്ടണം, ദ്വാക്ക് ഉത്തരം കിട്ടണം, അതിന് ഞങ്ങൾ ദ്വാരം തരുമോ എന്ന് ചോദിച്ചു. ഓ മോനൊന്നും വേണ്ട മോനെ, മോന് കഴിക്കുന്ന ഫുഡ് ഹലാലായവന് മോൻ ദ്വാരക്കുന്നതിനെല്ലാം അള്ള ഉത്തരം തരും. ആ സ്വന്തം അധ്വാനിച്ചിട്ടുള്ള പണത്തിനേക്കാൾ ഫളലൊന്നും ലോകത്തൊന്നിനുമില്ല. ആരടുത്തു നിന്നൊന്നും കിട്ടാനും മോഹിക്കരുത്. നിങ്ങളോട് ഞാൻ ഇപ്പൊ ചോദിക്കാണ്, നിങ്ങൾ ആരെങ്കിലും ആരടുത്തൊന്നും കിട്ടാൻ മോഹിക്കല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഉറപ്പന്നല്ലേ? ഉറപ്പ്. മാറ്റി പറയോ? ഇല്ല. നാളെ അല്ലേ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയില്ലേ? ബർത്ത്ഡേ അതെന്തിനാ പറയുന്നത്?
നാളെ ഇല്ല എൻ്റെ ബർത്ത്ഡേ എന്ന് എന്തിനാ സ്കൂളിൽ പിള്ളേർ പറയുന്നത്? നിനക്കെപ്പോഴും ഞാൻ തഹജ്ജുദിന് ശേഷം ദീർഘായുസ്സിന് ദ്വാരുന്നതുകൊണ്ടാണ് ഇത്രയും ആയുസ് നീട്ട് കിട്ടിയത് എന്നല്ല, നാളൊന്നും കൊണ്ടെന്നോളണം അതിൻ്റെ അർത്ഥം. ചെറുപ്പത്തിൽ തന്നെ മണ്ടത്തരങ്ങളെല്ലാം കൾച്ചറാവുന്ന കാലമാണ് ഇപ്പോൾ. നിന്റെ ഉപ്പ വന്ന് പെട്ടി പൊളിച്ചോ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്നാ? പൊളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ട് എന്നല്ല, പൊളിച്ചാൽ നമ്മളതിലും മെയിൻ്റാക്കണേ. എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടി നമുക്ക് സമ്മാനം തന്നാൽ അത് സ്റ്റാറ്റസ് ഇടുക, എന്നാൽ പിന്നെ കുറേ ആൾ കാണുമല്ല. എന്തൊരു കഥ! നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ആരെടുത്തുനിന്നൊന്നും കിട്ടാൻ കൊതിക്കരുത്. ഖനാഅത്തുള്ള ജീവിതം ഉണ്ടാവണം, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുള്ള ജീവിതം. അഹ്മദ് ബിൻ ഹംബൽ അള്ളാഹിൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങിയൊരു കാര്യമാണ്, നീ ആരെടുത്തും എൻ്റെ ആവശ്യം പറയേണ്ട ഒരവസ്ഥ വരുത്തല്ലേ എന്ന് അവിടുന്ന് ദ്വാരക്കും. നിങ്ങൾ കേട്ടിനോ? മഹാനായ അബു ഇസ്ഹാഖു ഷിറാസി റളിയല്ലാഹു അൻഹു ലോകപ്രശസ്ത പണ്ഡിതനാണ്, ശാഫി മദവിലെ വലിയ നേതാവാണ്. എത്ര ഗ്രന്ഥങ്ങളാണ് എഴുതിയത്, എത്ര ശിഷ്യന്മാരെയാണ് വാർത്തെടുത്തത്. ഈ അബൂ ഇസ്ഹാഖു ഷിറാസി റളിയല്ലാഹു അൻഹു ഫർളായ ഹജ്ജ് ചെയ്തിട്ടില്ല. ഹജ്ജിൻ്റെ മസല എഴുതിയ എത്ര കിതാബുണ്ട് മഹാനവറുകൾക്ക്, എത്ര ശിഷ്യന്മാർക്ക് ദർശനം നടത്തി കൊടുത്തിട്ടുണ്ട് ഹജ്ജിൻ്റെ കൈഫിയത്ത്. പക്ഷെ ഹജ്ജ് ചെയ്തിട്ടില്ല. എന്താ കാരണം? സ്വന്തം പണമില്ല. അതെന്നെ കാരണം. വേണമെങ്കിലൊന്ന് സമ്മതം മൂളിയാൽ 10,000-കണക്കിന് ശിഷ്യന്മാരെ ഏറ്റെടുത്തിട്ട് കണ്ണിൻ്റെ പോളൻ്റെ മേലെ ഉസ്താദിനെ എല്ലാവരും അവിടെ ഇരുത്തിയിട്ട് ഹജ്ജിന് കൊണ്ടുപോകും. അത്രയും പരശതം ശിഷ്യന്മാരുണ്ട് ഉസ്താദിന്. പക്ഷെ നോ, ആ പണിക്കൊന്നും എന്നെ കിട്ടൂല. ഇതാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. ഈ ഇസ്സത്ത് പണയം വെക്കരുത് നമ്മളാരെങ്കിലും. നമ്മൾ പണത്തിൻ്റെ ആളാണെന്ന് കണ്ടാൽ പിന്നെ നമ്മളെ മസാലക്കൊന്നും ആർക്കും വില ഉണ്ടാവില്ല. എന്തിനാ നമ്മൾ ആരെങ്കിലുമൊക്കെ പേടിക്കണത്? ഒരു മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റൂല. ആരെയും നീ പേടിക്കണ്ടെന്ന് മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത വസിയത്ത്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെയും ആളെ കാണിക്കാൻ വേണ്ടിയുള്ള സംഗതി ഒന്നും നമ്മൾ വാങ്ങരുത്. നമുക്കൊരു ഇസ്സത്ത് എപ്പോഴും ഉണ്ടാവണം. ആ പണം കൊണ്ടായിരിക്കണം മക്കളെ വളർത്തേണ്ടത്. എങ്കിൽ മക്കൾ സ്വാലിഹീങ്ങളായിത്തീരും. ഇതാണ് ഒന്നാമത്തത്. നമ്മളെ സമ്പാദ്യം ഹലാലാവും. അത് ചെറിയ വരുമാനമാണെങ്കിൽ അതിൽ അള്ളാഹു ബർക്കത്ത് തരും. ഉദാഹരണത്തിന് ഒരു ഓട്ടോ ഡ്രൈവർ, പാവം മനുഷ്യൻ, അയാൾ ഈ ഓട്ടോ ഓടിച്ച് അല്ലെങ്കിൽ ലോറി ഓടിച്ച് കെട്ടെടുത്തിട്ട് കൈയൊക്കെ താമ്പ് കിട്ടിയിട്ടുണ്ട്. അയാളെ ഭാര്യയാണെങ്കിൽ രണ്ട് മൂന്ന് തവണ പ്രസവം ഓപ്പറേഷൻ ആയിട്ടുണ്ട്. അയാൾ ഇപ്പം കടക്കാരനാണ്. ഇയാൾ ഈ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഓട്ടോ ഓടിച്ച് ഇയാളുടെ കാലിന് അസുഖം, കൈക്ക് വേദന ഒക്കെ ഉണ്ട്. ഈ പാവം പാതിരാക്ക് എണീറ്റിട്ട് ദ്വാരക്കുന്നൊരു ദ്വായില്ലേ, രണ്ടറ്റം മുട്ടണില്ല. റബ്ബേ, എത്രയായി കഷ്ടപ്പെടുന്നു, എനിക്കാവുന്നില്ല. അടുത്ത ഇത് ഭാര്യ വിശേഷമുണ്ട്, വയറ്റിലുണ്ട്. ഓപ്പറേഷൻ ആയാലൊന്നും എനിക്ക് പ്രശ്നമില്ല, നീ എന്നെ ഏറ്റെടുത്താൽ മതി. എന്നൊന്ന് നന്നാക്കണേ, എൻ്റെ മക്കളെയൊക്കെ ഒന്ന് സ്വാലിഹ്യങ്ങളാക്കണേ. ഈ ഇന്നലെ അറ്റം നടന്ന ഒരു പാരൻറ്റിങ് ക്ലാസ്സിലെ MDM എന്നെല്ലാം പറയുന്നുണ്ട്. എനിക്കറിയില്ല ഒന്നും. എൻ്റെ മക്കളൊന്നും ആക്കല്ലേ അല്ല. ഈ പാച്ച സാധുവിൻ്റെ ദ്വാർശം മുട്ടും പോയിട്ട് എങ്ങനെ അല്ല സ്വീകരിക്കാണ്ട്, എങ്ങനെ സ്വീകരിക്കാണ്ട്? ഗസാലി ഇമാമിൻ്റെ വാപ്പ പാവ മനുഷ്യനാ. എല്ലാ ഇൽമിൻ്റെ മജ്ലിസിലും ആലിമീങ്ങൾ ഇങ്ങനെ മസലെല്ലാം പറയുമ്പോൾ ദ്വാരക്കും, അല്ലാ എനിക്ക് ഇതേപോലെ നല്ലൊരു മോനത്ത്, ഇൽമു പറയുന്നൊരു മോനെ. പിന്നെ വാള് പറയുന്ന മജ്ലിസിലും ഈ വാപ്പ പോവും. വാള് പറയുന്ന ആളെ കണ്ട് കുറേ ആളിങ്ങനെ കരയുന്ന കണ്ടാൽ വാപ്പ ഇങ്ങനെ ദ്വാരക്കും, ഒരു വാള് പറയുന്ന മോനെയും കിട്ടണമെന്ന് പൂതിയുണ്ട്, ഇന്നോടല്ലാണ്ട് പിന്നെ ആരോടാ ചോദിക്കേണ്ടത്. ആ രണ്ട് ദ്വായിനും അള്ളാഹ് ഉത്തരം കൊടുത്തു. ഒരു മോനെ അഹമ്മദ് വാഇലും മഷ്ഹൂർ, കിടിലം പ്രഭാഷകനാണ്. രണ്ടാമത്തത് ലോകം മുഴുവനും വൈജ്ഞാനിക ലോകം കൊണ്ട് കീഴടക്കിയ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. കണ്ടോ, സൂഫിയാക്കടെ ലീഡറാ. വാപ്പാന്റെ വാപ്പച്ചീന്റെ ദുആണ്. കണ്ടോ, അന്ന് സ്വീകരിക്കും. കഴിക്കുന്നത് ഹലാലാണോ ആ നാവൊന്നാന്
നാവനങ്ങൊന്നും വേണ്ട. ദുആയിന് വാക്കുകളുടെ കസർത്തൊന്നും വേണ്ട. ഹൃദയത്തിൽ നിന്ന് അർശിലേക്ക് ഒരു മെസ്സേജ് വിട്ടാൽ മതി. നല്ല മോനെ തരണം, ഒരു ആലിമിനൊന്ന് കിട്ടിയെങ്കിൽ, ഒരു ആലിമായ ഒരു സഖാഫിയായ ഒരു മോനാണ് നമുക്കുള്ളതെങ്കിൽ, ആ 2036 ബാച്ചിൽ ഇറങ്ങിയ 2036 ആ കൊല്ലത്ത് ഇറങ്ങിയ ആ കുട്ടിയുടെ വാപ്പ മരിച്ചു എന്ന് കേട്ടാൽ ചുറ്റുവട്ടം മലപ്പുറം ഈസ്റ്റിലുള്ള 10-50 സഖാഫിമാർ വരുന്നു. 4 മുദരിസായ ആലിമീങ്ങളുടെ തോളത്താണ് നമ്മളെ മയ്യത്ത് കെട്ടിലെങ്കിൽ ആ യാത്രപ്പിന്റെ മനോഹാരിത ആലോചിച്ച് നോക്കിയേ. കറക്റ്റ് നിസ്കരിക്കുകയും സുന്നത്തെ അമായത്തിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന നൂറുകണക്കിന് SSFകാരൻ്റെ അകമ്പടിയോടുകൂടിയാണ് നമ്മുടെ മയ്യത്തിൻ്റെ യാത്രയപ്പിൽ എങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം ആലോചിച്ച് നോക്കി നിങ്ങൾ. അതിനാദ്യം വേണ്ടത് നമ്മുടെ നാവ് നല്ല നാവാണ്. അതിന് കഴിക്കുന്നത് ഹലാലാണ്. 1 7 എണ്ണമാണ് പറയണമെന്ന് വിചാരിച്ചത്, ഇതെവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. 2 നമ്മളെ മക്കൾ നന്നാവാനുള്ള രണ്ടാമത്തെ കാര്യം, മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യയിൽ പറയാം, മോനിക്ക് മുഹിയുദ്ദീൻ ഷേഖിനെ അറിയോ? ഇല്ല. കേട്ടിനോ? ഉമ്മ ഒരു കഥ പറഞ്ഞിട്ടേ. കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എപ്പോഴും ആ കുട്ടികൾക്ക് ആകാംക്ഷയുള്ള ഒരു ആംബിയൻസ് സൃഷ്ടിച്ചെടുത്തിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്കത് കിട്ടണം എന്നുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ഇപ്പോൾ ചില ഭാര്യമാര് ഭർത്താവിനെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ ഇന്ന് വരോ ഇല്ലയോ? ഈ ഭർത്താവിന് എന്താ തോന്നല്? വരണ്ടെന്നേ തോന്നുള്ളൂ. ഇന്ന് ഫുഡ് ആക്കണോ വേണ്ടിയോ? ആക്കിയിട്ട് ബാക്കിയാക്കാൻ തന്നെ കൊണ്ടാവില്ല. വേണോ വേണ്ടിയോ? ഞാൻ നിങ്ങൾക്ക് കഴിച്ചോളാം വിരാന്തത്തി, നീ ഒന്ന് കഴിച്ചോടാ, അങ്ങനെ വിചാരിക്കും. ഉറപ്പല്ലേ? ശരിക്കും ഈ ഭാര്യ തിരിച്ചാണ് പറയുന്നെങ്കിൽ എന്താ പറയണത്? ഞാൻ നിങ്ങൾക്കായിട്ടല്ലേ സ്പെഷ്യൽ ഫുഡ് ആക്കിയത്, ഇനി എവിടുന്ന് കഴിച്ചേക്കല്ലേ പ്ലീസ്. ഞാൻ നിങ്ങളെ കാത്തുക്കണം, നല്ല വിശപ്പുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ കാത്തുക്കണം. ഇയാൾ ഓടി അടുത്തൂലേ? കണ്ട നിങ്ങൾ ഇന്ന് എന്തായാലും വരണേ, 3 ദിവസത്തിൽ വരാത്തത്, വേഗം വരണേ. കണ്ടോ? വരോ ഇല്ലയോ? ആക്കണോ വേണ്ടിയോ? അങ്ങനെയൊന്നും അല്ല. അതുപോലെ തന്നെ ഈ പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണത്, കഥ പറഞ്ഞോ വേണ്ടിയോ? വേണ്ട, പറഞ്ഞു തീർന്നില്ലേ, ഗെയിം ഈസ് ഓവർ. അങ്ങനല്ല. മക്കൾക്ക് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേ, മോനിക്ക് കഥ ചെറിയ കഥ പറഞ്ഞോ വലിയ കഥ വേണോ? ചെറുത് വലുത് ഏതാ വേണ്ടേ? കുട്ടികളെന്താ പറയല്? വലുത് എന്ന് പറയും. കേട്ട കഥ പറയണോ കേൾക്കാത്ത കഥ പറയണോ? കേൾക്കാത്ത കഥ പറയണം. ഇന്ന് തന്നെ ഫുള്ള് പറഞ്ഞോ, അല്ല ഇന്ന് പകുതി നാളെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒന്ന് വേഗം പറഞ്ഞേരിന്നായിട്ടാണ്. അങ്ങനെ നിങ്ങൾ മെല്ലെ പറഞ്ഞു നോക്കിയേ, ആ കുട്ടികളെ മനസ്സിൽ തറക്കും. സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. അതിന് പറഞ്ഞു കൊടുക്കാൻ ഭാര്യക്ക് കഥ ഉണ്ടാണ് ആദ്യം. ഭാര്യ പാചക കല പഠിപ്പിക്കുന്ന തന്നെ യൂട്യൂബിൽ നിന്നാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതാണ് ഫൽഫർ ബിദാത്തിദ്ദീൻ, കഥ ഉള്ള പെണ്ണിനെ കെട്ടണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞത്. കഥ വേണം. റിഫായി ഷേഖിന്റെ കഥ അറിയോ? എനിക്ക് ഒരു കഥ പറഞ്ഞിട്ടെ. ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവം ഉണ്ടായി. ആ സുഹൃത്തിന്റെ വീട്ടിലെ ടാബ് നിലത്ത് വീണ അതിന്റെ ഡിസ്പ്ലേ പൊട്ടിയത്ര. അപ്പൊ ആ വീട്ടിലെ ഉമ്മ എല്ലാവരോടും ചോദിച്ചു, ഇതാരാ പൊട്ടിച്ചത്? പൊട്ടിക്കാൻ സാധ്യതയുള്ള മുതിർന്ന കുട്ടികളൊന്നും ഇല്ല എന്നാ പറയണത്. പിന്നെ ഒരു ചോട്ട മോനുണ്ട് 4 വയസ്സ്, ഓൻ പൊട്ടിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം ഒരു തട്ടിന്റെ മേലെ വെച്ചത്, അത് ഓനിക്ക് എത്തൂല താനും. ഓൻ ഇങ്ങോട്ട് പറഞ്ഞ് ഞാനാ പൊട്ടിച്ചത്. എങ്ങനെ നീ പൊട്ടിച്ചത്? അതിനാ വേറൊരു സാധനം എടുക്കാൻ വേണ്ടി തട്ടിന്റെ അവിടെ സ്റ്റൂൾ വെച്ചിട്ട് കയറിയപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് വീണ് പൊട്ടിയതാണ്. ശരി. എന്നിട്ട് പിന്നെ ഒന്നും ഉണ്ടാത്ത അങ്ങനെ മോനിങ്ങനെ തുറന്ന് പറയാനുള്ള കാരണം, ഉമ്മറില്ല ജീലാനി തങ്ങൾ കളവറിയില്ല. 8 നൂറ്റാണ്ട് മുമ്പല്ല വരണത്, കറന്റ് സ്റ്റാറ്റസാ വരണത്. കഥ പറഞ്ഞു കൊടുക്കണം ചെറുപ്പത്തിൽ. അത് അത്രമാത്രം കുട്ടികളിൽ സ്വാധീനിക്കും. മോനിക്ക് റിഫായി ഷേഖിനെ അറിയോ? മോനിക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അറിയോ? ചെറിയ പ്രായത്തിലെ സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുത്താൽ ആ മക്കള് സ്വാലിഹീങ്ങളാവാനുള്ള ഒരു വഴിയാണത്. കാരണം എന്തേ? സ്വാലിഹീങ്ങളെ ചരിത്രം കേൾക്കുന്നതിനനുസരിച്ച് ഒരാളുടെ കൽബ് നന്നാവും.
അതുകൊണ്ടാണ് മുജാഹിദാർ നന്നാവാത്ത. കാരണം എന്താ, ഒരു സ്വാലിങ്ങളെ പറയൂല, എന്ത് മൊയ്തീഷ്, എന്ത് റിഫാഷ്, വി ആർ ഈക്വൽ, ഞാനും അള്ളാഹുവിൻ്റെ അടിമ, മൊയ്തീഷ് അള്ളാഹുവിൻ്റെ അടിമ, തീർന്നില്ലേ? ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടുംബനാഥൻ അയാൾ ഭാര്യയെ മക്കളെ മര്യാദയ്ക്ക് നോക്കാതെ സിയാറത്തോടെ സിയാറത്ത്, മക്കൾക്ക് ഫീസ് കൊടുക്കാനുള്ള വകയില്ല, ഭാര്യക്ക് അസുഖമായിട്ട് ചികിത്സിക്കാൻ ആരുമില്ല, ഇയാൾ ഫുൾ സിയാറത്ത്. അയാൾ വിചാരിക്കൽ എന്താ, എനിക്ക് ഔലിയാക്കളെ പൊരുത്തം കിട്ടും എന്നാണ് വിചാരിക്കുക. മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ കസറത്തുൻ നവാഫിലി ബിലാ ഫർളിന്ന, ഇസ്ലാമിന്റെ തത്വമാണത്. ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, താന്തോന്നിയായി ജീവിക്കുന്നതിന്റെ അടയാളമാണ്. ഇഷ്ടം പോലെ സുന്നത്തുണ്ടാവും, ഫർളുണ്ടാവില്ല. അതാ ചില താത്തമാര് കണ്ട ഉറൂസിനും കണ്ട മക്കാമുകളിലൊക്കെ സിയാറത്തിനും ഏറിപ്പോയാൽ ചിലപ്പോൾ സുന്നത്തായി വരുമായിരിക്കും ഔലിയാക്കളുടെ മഖബർ സിയാറത്ത് ചെയ്യൽ. പക്ഷേ ആ സിയാറത്തിന് പോകുമ്പോൾ മഹറമായ പുരുഷൻ, കാണാൻ പറ്റുന്ന പുരുഷൻ കൂടെ ഉണ്ടാവൽ ഫർള, ആ ഫർളില്ല, എന്നിട്ടാ സുന്നത്തെടുക്കാൻ പോണത്. അത് താന്തോന്നിമാരുടെ അടയാളമാണ്. അതാണ് പലരുടെയും വിചാരം. അങ്ങനെ കാണാൻ ചില ആൾ മരുസാഗറിനും എറണാകുളം ഓക്കെ എക്സ്പ്രസിലൊക്കെ കാണാം സിയാറത്തിനൊക്കെ പോകും. ജമ്മു കസറിന്റെ ആനുകൂല്യം ഉണ്ടായാലും അജ്മീറിലേക്കുള്ള സിയാറത്തിൽ അവര് നിസ്കാരം മര്യാദയ്ക്ക് നിസ്കരിക്കൂല. പിന്നെ എന്തിനാ ഇവർ സിയാറത്ത് ചെയ്യണത്? ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ സ്ഥാനത്തെത്തുമോ? ഇല്ല. പലപ്പോഴും അങ്ങനെ പലരിലും കാണാം, ഭാര്യയെ മക്കളെ മര്യാദയ്ക്ക് നോക്കൂല, എന്നിട്ട് സിയാറത്ത്, മറ്റ് ഇബാദത്ത്. അമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൽ ലിഅയാലിഹി മുതവക്കില. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നിലപാട് പഠിപ്പിച്ചത്. അതുക്കിയായി കുടുംബനാഥൻ കുടുംബം പോറ്റാ വേണ്ടത്. ഞാൻ ഓറെ തവക്കുലാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞ് ഇരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് കടപ്പാടുകൾ മറക്കാത്ത ജീവിതം ഉണ്ടാവണം. ലോക സൂഫിയാക്കളിൽ അത്യുന്നത സ്ഥാനത്തുള്ള മഹതിമാരെ, മഹാന്മാരെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് ഈ ചരിത്രം, ഈ യാഥാർത്ഥ്യം ബോധ്യവും. നമുക്ക് വരാം. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നല്ല വസ്ത്രം ധരിച്ച് അടിപൊളിയായി ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും. ഭർത്താവിനോട് ചോദിക്കും, ഇന്ന് എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഓ, പിന്നെ ആവശ്യമില്ലാതെ. ആവശ്യ നിർവഹണവും ആഗ്രഹ പൂർത്തീകരണമൊക്കെ കഴിഞ്ഞാൽ ഭർത്താവ് വിശ്രമിക്കുമ്പോൾ മഹദി വേഗം വലിയ ശുദ്ധിയുടെ കുളിയൊക്കെ കുളിച്ച് വൃത്തിയായി സുബ്ഹി വരെ ഇബാദത്ത് ചെയ്യും. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഭർത്താവിന്. ഇന്നത്തെ താത്താമാരോ, ഭർത്താവ് വിളിച്ചാൽ ഞാൻ മദീനയിലേക്കുള്ള പാതയിലാണ്, നിങ്ങളെ പുളിക്കല്ലെന്നെത്തൂല, എന്നിട്ടല്ലേ ഇപ്പോൾ മദീനയിലെത്തുന്നു. എവിടെ നിന്നാണ് നമ്മളിതൊക്കെ പഠിച്ചേക്കുന്നത്? ഹുക്കൂക്കുകൾ, കടപ്പാടുകൾ മറന്നുപോയാൽ അയാൾ എങ്ങനെയാ സ്വർഗത്തിലേക്ക് എത്തുക? മക്കളോടുള്ള കടപ്പാട് നമുക്കുണ്ട്, ഭാര്യയോട് ഭർത്താവിനോട് കടപ്പാടുണ്ട്, അയൽവാസികളോട് കടപ്പാടുകളുണ്ട്. ഇസ്ലാം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് ഇബാദത്ത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അമിലുസ്വാലിഹാത്ത്. എന്താണ് സ്വാലിഹായ കർമ്മം? സ്വാലിഹായ കർമ്മം എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ് പോലെ മാത്രമല്ല സ്വാലിഹായ കർമ്മം, മറിച്ച് ജനസേവനം, രോഗസന്ദർശനം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ തന്നെയല്ലേ സ്വാലിഹായ കർമ്മങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇത് ശരിക്കും മനസ്സിലാവാൻ ഞാൻ ഒറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ മതി. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന കാഴ്ചയില്ലാത്ത സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, വീട്ടിൽ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഗൈഡില്ല, കൈ പിടിച്ച് കൊണ്ടുവരാൻ ഗൈഡില്ല. ജമാഅത്തിന് വരണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഒറ്റക്ക് അങ്ങനെ വരണം. എനിക്ക് വല്ല കൺസെഷനും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ? ആ, ബാങ്ക് കേൾക്കാറുണ്ട്. അതിനർത്ഥം വീട് അടുത്താണോ എന്നാണ്. എൻ്റെ അർത്ഥം എങ്ങനെയാ? വീട് അടുത്താണോ എന്ന്. സ്പീക്കറും സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് വെച്ചാൽ വീട് അടുത്താണോ എന്ന്.
ഓ തൊട്ടപ്പുറത്തല്ലേ വീട്, എന്നാ പിന്നെ ജമാഅത്തിന് വരണം എന്ന് പറഞ്ഞു. അത്രയും കണിശത ഉണ്ട് ജമാഅത്തിന്റെ വിഷയത്തിൽ. എന്നാൽ തുഹ്ഫത്തുൽ മുഹ്താജ് ജമാഅത്തിന്റെ അധ്യായം എടുക്കൂ, പരിശോധിക്കൂ. നമ്മുടെ സഹപ്രവർത്തകനോ സഹപാഠിയോ ഉമ്മാമയോ മൂത്തമ്മയോ ഇളയമയോ അമ്മാവനോ അയൽവാസിയോ കൂട്ടുകാരനോ രോഗിയായി, അവരെ നമ്മൾ ഒന്ന് കാണാൻ വേണ്ടി പോയി. ആ നേരത്ത് അവർ നമ്മളെ കൈപിടിച്ചിട്ട് പറയാ, എന്തോ ഒരു മനസ്സിനൊരു വിഷമം. എന്തായിരുന്നു? നിങ്ങളൊക്കെ വന്നപ്പോ ഒരു സമാധാനം, തിരക്കില്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഇവിടെ ഇരിക്കാവോ? നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. എനിക്കിപ്പോ എന്താണ് അല്ല, എനിക്ക് പള്ളിയിൽ ബാങ്ക് കൊടുത്ത സ്ഥിതിക്ക് അവിടെ എന്താ മസല എന്നറിയോ? ഇനി സഹു അഹമ്മു മിനൽ ജമാ, ആ രോഗിക്ക് നിന്റെ സാന്നിധ്യം കൊണ്ട് സമാധാനം ഉണ്ടാവുമെങ്കിൽ നീ അവിടെ സമാധാനിപ്പിക്കലാണ്, അവിടെ ഇരുന്ന് സന്തോഷിപ്പിക്കലാണ് ജമാഅത്തിന് പോകുന്നതിനേക്കാൾ അഫ്ളൽ. ഏത് ജമാഅത്തിന്? അന്ധനായ ആളോടും വന്നോളണം എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. മനുഷ്യപ്പറ്റുണ്ടാവണം, അതിനാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ കാര്യം നോക്കി നടന്നോളാം എന്ന് വിചാരിക്കുന്നവർക്ക് എന്ത് ഇസ്ലാമോ? ഒന്നിന് എന്ത് ഇസ്ലാമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ ഒരാളെ വളരെ ടെൻഷനായിട്ട് കണ്ടു. അയാളോട് ചോദിച്ചു. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം. എന്തോ പറ്റി മോനെ? ഞാൻ ഒരാളോട് പണം കടം വാങ്ങി, എന്നിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് എന്താ സംഭവം? ആ ഡേറ്റ് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ കൊടുക്കാനുള്ള വക ആയില്ല. എന്ത് ചെയ്യണം? ഡേറ്റ് നീട്ടിത്തരാൻ ഉസ്താദ് എങ്ങാനും ഇടപെട്ടാൽ സാധ്യത ഉണ്ട്. പക്ഷെ ഉസ്താദിനോട് എങ്ങനെ പറയാന്നുള്ള എനിക്കൊരു പരിമിതി ഉണ്ട്. എന്തായിരുന്നു? അല്ല, ഉസ്താദ് മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉസ്താദിനോട് എങ്ങനെ പറയാ? അന്നേരം ഇബ്നു അബ്ബാസ് ഞങ്ങൾ തിരിച്ചു കൊടുത്ത മറുപടി എന്താ അറിയോ? ഈ കിടക്കുന്ന ഖബറിൻ്റെ ആൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 10 മാസക്കാലം മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഫലം പുണ്യം ഉണ്ട് ഒരാളുടെ ഒരാവശ്യത്തിന് നമ്മൾ നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒക്കെ മഹത്വം നമുക്ക് ബോധ്യമാവാത്തതുകൊണ്ടാണ് അതൊന്നും വലിയ കൂലിയുള്ള കാര്യമില്ല, ഇതെന്തോ ഭൗതിക കാര്യമാണെന്ന് നമുക്ക് തോന്നിപ്പോണത്. മനുഷ്യപ്പറ്റുള്ളവരാവണം നമ്മളെല്ലാവരും. കുറേ ആളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ പേരാണ് SSF, SOS എന്നൊക്കെ പറഞ്ഞാൽ. SSFൻ്റെ SOSൻ്റെ ഏതെങ്കിലും മീറ്റിങ്ങിൽ ഏതെങ്കിലും ഒരു കാലത്ത് ചർച്ച ചെയ്യോ നമ്മളെ പുര വാർക്കണമെന്ന്? സ്വന്തം ഭാരവാഹികളുടെ നമ്മളെ വീട്ടിലേക്ക് ചെടിച്ചട്ടി വാങ്ങണമെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. SOSൻ്റെ മീറ്റിങ്ങിലെ ചർച്ച തന്നെ എന്താ ഉണ്ടായാൽ, ഒരു പാവം രോഗിയുണ്ട്, അവർക്ക് വാട്ടർ ബെഡ് ആരടുത്തു നിന്ന് സ്പോൺസർ ചെയ്യിപ്പിക്കുക. ഇതിനാണ് തല പുകഞ്ഞ് പാതിരവരെ ആലോചിക്കുക. ഇതന്നല്ലേ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയണത്, ഇതന്നല്ലേ മനുഷ്യത്വം എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ മാത്രം നോക്കി നടന്നാലൊന്നും സ്വർഗത്ത് എത്തൂല. അള്ളാഹു ചോദിക്കും അത്രേ, ഞാൻ രോഗിയായ കാലത്ത് നീ എന്നെ കാണാൻ വന്നില്ലല്ലോ. നീയോ? റബ്ബുൽ ആലമീനായ നീ എങ്ങനെ രോഗിയാവാനാ? അപ്പോൾ അള്ളാഹു ശരിയായിരിക്കും, എൻ്റെ അടിമ രോഗിയായ സമയത്ത് നീ ആ രോഗിയെ കാണാൻ വന്നിരുന്നെങ്കിൽ എന്നെ അവിടെ എത്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പൊരുത്തം നിനക്ക് കിട്ടുമായിരുന്നു. നിനക്ക് അതിനൊന്നും സമയം ഉണ്ടായില്ലല്ലോ. ഒരു മരണ വീട്ടിൽ തന്നെ നീ എന്തൊരു തിരക്കുള്ള ആളാ, നിനക്ക് അതിനൊക്കെ സമയമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ പറ്റൂല. സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സൂറത്തു ആലി ഇമ്രാനിലെ ആയത്ത് കഴിഞ്ഞ ഉടനെ ഖുർആൻ പറയണത് ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം അല്ലാഹു മുത്തഖീങ്ങൾക്ക് വെച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഓതുന്ന ആൾക്കൊരു സംശയം വരും, ആരാണ് റബ്ബി മുത്തഖി എന്ന് പറഞ്ഞാൽ? കുറേ ആയല്ലോ കേൾക്കണം, ഈ മുത്തഖീങ്ങൾക്കാണ് സ്വർഗം. ഇന്നലിൽ മുത്തഖീന മഫാസ ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആരാണ് ഈ മുത്തഖി എന്ന് പറഞ്ഞാൽ? അത് ഖുർആൻ തന്നെ തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ളതുപോലെ ചെലവഴിക്കുന്നവർ. വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യം വന്നാൽ അടക്കി പിടിക്കുന്നവർ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്കെല്ലാം മാപ്പ് നൽകുന്നവർ.
ഇത് മൂന്നും നിങ്ങൾ നോക്കി, ഈ മൂന്നെണ്ണത്തിൽ ആർക്കും ഉപകാരം? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളെയാണ് മുത്തഖീങ്ങളായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, സ്വതക്ക ചെയ്യുന്നവർ, അത് കിട്ടുന്നവർക്ക് സന്തോഷം ഉണ്ടാവും. രണ്ട്, ദേഷ്യം പിടിച്ചാൽ ആ ദേഷ്യം ആരോടും തീർക്കണില്ല, അപ്പോൾ കുടുംബക്കാർക്ക് സന്തോഷിക്കാം. മൂന്നാമത്തത് വലാഫിനാനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കും. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹുവിന് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഞാൻ എൻ്റെ ആമുഖ സംസാരം അവസാനിപ്പിക്കാം. ഇങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നൗആനി, രണ്ട് വിധമുണ്ട്. ഒന്ന് നേരെ നിസ്കാരം നോമ്പ് പോലുള്ള ഇബാദത്തും, മറ്റൊന്ന് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഇബാദത്തും. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഇബാദത്തായിരിക്കും ആഖിറത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുക. അതാണ് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ കൗകബു ഷാഹിക്കിൽ പറയേണ്ടത്. ഔലിയാക്കൾക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് ഇഗാസത്തുൽ മുൽഹിഫ്, വിഷമം അനുഭവിക്കുന്നവരെ, പാവപ്പെട്ടവരെ സഹായിക്കുക. ഒരാൾ പറയാണ് ഞാൻ വലിയ വലിയാണ്, അത്യുന്നത സ്ഥാനത്താണ്, അയാൾക്ക് പാവങ്ങളോട് സ്നേഹമോ ഇഷ്ടോ ജനസേവന പ്രവർത്തനങ്ങളോട് താല്പര്യമൊന്നുമില്ല, എങ്കിൽ ഫഹുവ കദ്ദാബ്, ഓൻ കള്ളനാണെന്നാ ഷെഹറാൻ ഇമാമ് 100 കൊല്ലം മുമ്പ് എഴുതി വെച്ചത്. മണ്ണറിയാതെ ജനസേവനം അറിയാതെ വിലായത്തോ ഒരാൾക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാ? സ്വഹാബത്താണ്. അവരെല്ലാവരും ജനസേവനത്തിൽ 1-ാം നമ്പറുകാരാ. പാവങ്ങളുടെ വീട് വൃത്തിയാക്കി കൊടുക്കാനും സേവനത്തിനും പാതിരാത്രി ഉറക്കൊഴിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ആ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ട് പോകുന്നത് ആരാണാവോ? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത്. എല്ലാ റമദാനിൻ്റെയും ഇഫ്താറിൻ്റെ നേരത്തെ ഏറ്റവും ചുരുങ്ങിയത് 30 പേർക്ക് ഭക്ഷണത്തിൻ്റെ കിറ്റ് കൊടുക്കുന്ന ആളാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അപ്പം 30 ദിവസത്തെ റമദാൻ നോമ്പാവുമ്പോൾ ഓരോ ദിവസത്തെ 30 എണ്ണം കൂട്ടുമ്പോൾ 900 ആൾക്കാരാവും. അപ്പോൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് 900 പേർക്ക് കൊടുത്തിട്ടാ ജീലാനി തങ്ങൾ റമദാനെ യാത്ര അയക്കണത്. കണ്ടോ നിങ്ങൾ? അതാണ് സാന്ത്വനത്തിൻ്റെ ഫണ്ട് വിജയിപ്പിക്കണം എന്ന് പറയുന്നത്. റിഫായി ഷേഖിൻ്റെ പരിപാടി എന്താ? കാട്ടിൽ പോയി വിറക് ശേഖരിക്കുക, പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, രോഗികളുടെ വീട്ടിലെത്തുക, അവരുടെ വസ്ത്രം അലക്കി കൊടുക്കുക, പാവങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുക, കാഴ്ചയില്ലാത്തവരുടെ കൈ പിടിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക. ഇതൊക്കെയാ റിഫായി ഷേഖിൻ്റെ പ്രധാന പരിപാടികൾ. ഇങ്ങനത്തെ ഒരു പച്ച മനുഷ്യൻ റൗളയിൽ പോയിട്ട് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹ, നബിയെ ഞാൻ എപ്പോഴും മനസ്സും ആത്മാവും മദീനയിലേക്ക് വിടാറുണ്ട്, ഇപ്പോൾ ഞാൻ ഉടലോടെ വന്നിട്ടുണ്ട് അഹമ്മദ്, ഫംദുദ് യമീനൊക്കെ, കൈ നീട്ടിത്തരാവോ, മുത്തം തരാനുള്ള പൂതിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയില്ലേ? എങ്ങനെ കിട്ടാതിരിക്കുക? പച്ച മനുഷ്യനല്ലേ, ജാടയില്ലാത്തൊരു ജീവിതം. അപ്പൊ ജാട ഒന്ന് ഒഴിവാക്കുക, പച്ച മനുഷ്യനാവുക, മണ്ണിൻ്റെ ഗന്ധമുള്ള ജീവിതം ഉണ്ടാവുക. വീട്ടിലെ മനുഷ്യർ മാത്രമല്ല, നാട്ടിലെ നാട്ടുകാർ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള പൂച്ച പോലും നമ്മളെക്കുറിച്ച് എതിര് പറയാൻ ഒരു വാക്കുണ്ടാവരുത്. അത്രയും നല്ല ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാവേണ്ടത്. നായക്ക് വെള്ളം കൊടുത്ത പെണ്ണ് തെറ്റ് കുറെ ഉണ്ടായിട്ടും രക്ഷപ്പെട്ടത് എങ്ങനെ? വഴിയിലേക്ക് തള്ളി നിൽക്കുന്ന മരക്കൊമ്പ് വഴിയാത്രക്കാർക്ക് പ്രയാസമാവുമെന്ന് കണ്ടപ്പോൾ അത് വെട്ടി വഴി നല്ല വഴിയാക്കിയതിൻ്റെ പേരിൽ സ്വർഗം കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യന്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. കണ്ടോ? ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാടകളില്ലാത്ത ജീവിതം, ഒരു മനുഷ്യത്വമുള്ള ജീവിതം നമുക്കുണ്ടാകണം. ഇനി അഥവാ ഒരു മനുഷ്യൻ വലിയ തെറ്റ് ചെയ്തു പോയി എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് റമദാൻ വളരെ പവിത്രമായ മാസമാണ്. റമദാനിൻ്റെ പകലിൽ നിഷിദ്ധമായ ഒന്നും പ്രത്യേകിച്ച് റമദാൻ എന്ന പരിഗണന കൊടുത്തിട്ട് ചെയ്യാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധത്തിലൊന്നും ഏർപ്പെടരുത്. അങ്ങനെ ചെയ്താലോ മഹാപാപമാണത്. പൊറുക്കാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടോന്ന് വെച്ചാൽ അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന ഒരു തെറ്റല്ലേ അത്? ഉണ്ടോ? ഉണ്ട്
എന്താണത്? കഫാറത്ത്. അതിലൊന്ന് പറയാവോ? 60 മിസ്കീന്മാർക്ക് ഫുഡ് കൊടുക്കൽ. 60 മിസ്കീന്മാർ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോഴേക്ക് അള്ളാന്റെ ദേഷ്യം മാറി. എത്ര ദേഷ്യം ഉണ്ടായിന് അള്ളാഹ്ക്ക്, അത് മാറി. അള്ളാഹ് മാറ്റി. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. 60 ആള് ഭക്ഷണം കഴിച്ചിട്ട് റാഹത്തായി, അള്ളാന്റെ ദേഷ്യം മാറി. കണ്ടോ? അപ്പൊ എന്താ ഇസ്ലാം നമ്മൾ പഠിക്കൂ. എന്താണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കൂ. ഹജ്ജിന്റെ വേളയിൽ ഇതേപോലെ സംഭവിച്ചു. കഫാറത്ത് കണ്ടോ? ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയെ? ഇദ്ഖാലു സുറൂറി ഫീ ഖൽബിൽ മുഅ്മിൻ. വേറൊരാളുടെ മനസ്സിൽ നിന്നെ കൊണ്ട് സന്തോഷം ഉണ്ടാവലാണ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. പുഞ്ചിരിക്ക് സ്വതക്കന്റെ കൂലി കിട്ടാനുള്ള കാരണം എന്താ? നിന്റെ പുഞ്ചിരി അനുഭവിക്കുന്നവരുടെ മനസ്സിൽ നിന്റെ മുഖം സന്തോഷമാണ് കാഴ്ചവെക്കുന്നത്. നല്ല മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോൾ സുഗന്ധം പുരട്ടിയാൽ കൂലി കിട്ടുന്നത് എന്തുകൊണ്ടാ? നിന്നെ അനുഭവിക്കുന്നവർക്ക് മണക്കാനാവുന്നത് സുഗന്ധം. കണ്ടോ? ഉള്ളി തിന്നിട്ട് മജ്‌ലിസിലേക്ക് പോകരുത്. എന്തേ കാരണം? ബാക്കിയുള്ളവർക്ക് വിഷമാകും നിന്റെ ആ വാസന. കണ്ടോ? അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖത്തുൻ. നല്ല വാക്ക് പറയൽ സ്വദഖന്റെ കൂലിയ. എന്തേ? നിന്നെ കേൾക്കുന്നവർക്ക് സന്തോഷം. പുഞ്ചിരി നിന്നെ കാണുന്നവർക്ക് സന്തോഷം. അത്തർ നിന്നെ മണക്കുന്നവർക്ക് സന്തോഷം. നീ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കൂ. നീ ഒറിജിനൽ മുഅ്മിനാകൂ. ഇതാണ് ഇസ്ലാം. അപ്പോൾ എങ്ങനെ ഒരാൾക്ക് ജാട കാണിക്കാൻ പറ്റും? ഒരാൾക്ക് എങ്ങനെ കിബർ ഉണ്ടാകും? ഒരാൾക്ക് എങ്ങനെ റിയ ഉണ്ടാകും? ഒരാൾക്ക് എങ്ങനെ അസൂയ ഉണ്ടാകും? സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു വഫാത്താവാനിരിക്കുകയാണ്. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ അയൽവാസിയെ ഒന്ന് വിളിച്ചു വരുത്തുന്നത്. അയാളാണെങ്കിൽ തീ ആരാധകനാണ്, എന്ന് പറഞ്ഞാൽ മജൂസിയാണ്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, 10 കൊല്ലമായി നമ്മൾ അയൽപക്ക ബന്ധം തുടരുന്നു. നിന്റെ വീട്ടിലെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ വെള്ളം, ദുർഗന്ധം വമിക്കുന്ന വെള്ളം എൻ്റെ വീട്ടുമുറ്റത്തേക്ക് വരുന്നത്. 10 കൊല്ലം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒക്കെ വൃത്തിയാക്കി. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് മോനൊന്ന് ശരിയാക്കണം. കാരണം എൻ്റെ കാലശേഷം ഈ വീട് ആരാണ് താമസമാക്കുന്നതെന്ന് അറിയില്ല. അവർക്കത് പ്രയാസമാവും. അവർ പ്രയാസമാകുമ്പോൾ നിന്നോട് തർക്കിക്കും. അപ്പം എൻ്റെ മരണശേഷം നിങ്ങൾക്കും അത് പ്രയാസമാകാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്ക് അയാൾ കരഞ്ഞുപോയി. എന്താണ് ഇസ്ലാം എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതാണ് ചരിത്രം. അയൽവാസി പട്ടിണി കിടക്കാൻ പാടില്ല. കണ്ടോ? അങ്ങനെ ജീവിച്ച അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിന്റെ അയൽവാസിയായ ഒരു ജൂതൻ വീട് വിൽപ്പനക്ക് വെച്ചു. 2000 ദിർഹം. 2000 ദിർഹമോ? സാധാ അവിടുത്തെ നടുപ്പ് വില 1000 കൂടിപ്പോയാൽ അതിന്റെ ഡബിൾ ആണല്ലോ നിങ്ങൾ പറയണത്. ഈ വീട് എങ്ങനെ 2000 ദിർഹം പറയണത്? 1000 തന്നെ കഷ്ടി, 2000 എങ്ങനെ പറയണത്? ഇത് സാധാ വീടല്ല. എന്താ ഈ വീടിന് എന്താ പ്രത്യേകത? ഇത് അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങൾ എന്ന മഹാന്റെ അയൽവാസിയാകുന്ന വീടാണ്. കണ്ടോ? ആ ജൂതന് മനസ്സിലായി ഇതാരാണ്. കണ്ടോ? നിങ്ങൾ വീട് പൂട്ടിയോ? ഇല്ല. 6 മാസത്തേക്ക് എങ്ങനല്ലേ യാത്ര ചെയ്യണത്? അതെ. പിന്നെ വീട് ഭദ്രമായി പൂട്ടിയില്ലേ? ഇല്ല. അതെ, എൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ മുഅ്മിനീങ്ങളാണ് താമസിക്കുന്നത്, പിന്നെ വീട് പൂട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജീവിച്ചു പോന്നിട്ടായിരുന്നു ഇസ്ലാം ഏറ്റവും മികച്ചു നിന്നത്. ആ കാലത്തേക്കാണ് സ്വാന്തനത്തിൻ്റെ പ്രവർത്തകരെ, കൂട്ടുകാരെ, നമ്മൾ ഇസ്ലാമിൻ്റെ വെളിച്ചവും തെളിച്ചവും സൗന്ദര്യവും ബോധ്യപ്പെടുത്തുമാർ നമ്മൾ പ്രവർത്തനങ്ങളിൽ സജീവമാകേണ്ടത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടാവണം. ജാടകളില്ലാത്ത ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. കിബ്ർ മനസ്സിൽ അണുമണി തൂക്കം ഉണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അയാൾ സ്വർഗത്തിലെത്തൂല. അങ്ങനെ കുറേ ഗ്രാമൊന്നും വേണ്ട കിബ്ർ. മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ, ഒരണുമണി തൂക്കം കിബ്റിന്റെ ഒരു അംശം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.